ആ വില കുറഞ്ഞ മദ്യമുണ്ടല്ലോ, അതായത് നികുതി ഇളവ് ഇപ്പോൾ കൊടുക്കുന്ന മദ്യം, വീര്യം കുറഞ്ഞ മദ്യം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അനുവദിക്കാൻ പോകുന്ന മദ്യം, അതിൻ്റെ പേര് വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമസഭയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് പുതിയ നികുതി പരിഷ്കരണം പ്രമുഖ അന്താരാഷ്ട്ര മദ്യനിർമ്മാണ കമ്പനിയായ ബെക്കാഡിയെ സഹായിക്കാനാണെന്നാണ്. അപ്പോൾ ബെക്കാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഈ നാട്ടിൽ ഈ ബിവറേജുകളിലും ബാറിലുമൊക്കെ വിതരണം ചെയ്യുന്ന ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മദ്യത്തിൻ്റെ ബ്രാൻഡാണത്. അപ്പോൾ ആ ബെക്കാഡിയെ എങ്ങനെയാണ് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം കൊണ്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ആയിട്ട് വന്നിരിക്കുന്നത്. അതിലെന്താണ് കാര്യം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയിലുള്ള ഒരു ബ്രാൻഡാണ് ബെക്കാഡിയുടെ ബ്രീസർ എന്ന് പറയുന്ന ഒരു മദ്യം. ഈ മദ്യത്തിൻ്റെ അപകടവും, ഈ മദ്യത്തിൻ്റെ എന്നല്ല, ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക് ആൽക്കഹോളുകളുടെയൊക്കെ അപകടം എന്ന് പറയുന്നത് നിസ്സാരമല്ല എന്നുള്ളതാണ്. ഇതിനെ കൃത്യമായിട്ട് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഏതൊക്കെ തരം മദ്യമാണ് കിട്ടുന്നത്? നമുക്കറിയാവുന്ന വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, വോഡ്ക, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള മദ്യങ്ങളും ലഭ്യമാകും. അത്തരം ചില മദ്യങ്ങളൊക്കെ ഇവിടെ തദ്ദേശീയമായിട്ടുള്ളതുണ്ട്. വൈന് കിട്ടും. നമുക്ക് വൈനിൽ തദ്ദേശീയമായിട്ടുള്ളത് വൈനല്ല, കള്ള് ആണ് ഏറ്റവും തദ്ദേശീയമായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ തനതായിട്ട് പണ്ട് തൊട്ടേ ഉണ്ടാക്കി വന്നിരുന്ന, അനധികൃതമായിട്ട് ഉണ്ടാക്കി വന്നിരുന്നത് അറാക്ക് എന്ന് പറയുന്ന സാധനമാണ്. അതായത് വാറ്റ് നിയമവിരുദ്ധമായതുകൊണ്ട്, അത് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഇതിനെ നിയമവിരുദ്ധമാക്കിയത്. കാരണം വ്യാജ മദ്യം കലരാനുള്ള സാധ്യത, ആൾക്കാരുടെ ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെ കണക്കിലെടുത്താണ്. അപ്പോൾ ഇവിടെ വീര്യം കുറഞ്ഞ മദ്യമായിട്ട് നിലവിലുള്ളത് ബിയറും വൈനുമാണ്. ഈ ബിയറിനും വൈനിനും പുറമേ ആയിട്ട് വീര്യം കുറഞ്ഞ മറ്റ് ചില മദ്യം, പ്രത്യേകിച്ച് ബക്കാഡിയുടേത് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ, അതിവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ബ്രീസറാണ്. ബ്രീസർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രീസർ എവിടെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാഹിയിൽ ഇത് അവൈലബിൾ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. മറ്റൊന്ന്, സുലഭമായി ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഗോവയാണ്. ഗോവയിൽ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മദ്യത്തിൻ്റെ അപകടം എന്താണെന്ന് കൂടി ഞാൻ വിശദീകരിക്കാം. പക്ഷേ ഈ വില കുറഞ്ഞ മദ്യം, ഇല്ലെങ്കിൽ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച രീതിയിൽ ഇവിടെ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. സാധാരണ ഒരു ബിയറിൻ്റെ വില എന്ന് പറയുന്നത് 100, 120, 130 ഒക്കെ രൂപ കൊടുത്ത്, അല്ലെങ്കിൽ 110 രൂപ കൊടുത്ത് വിവിധ ബ്രാൻഡുകളിലായിട്ടുള്ള പല പേരുകളിലുള്ള ബിയറുകളും വൈനുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. അത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിവറേജിലും ബാറിലും ഒക്കെ തന്നെയാണ് ലഭിക്കുന്നത്. ബ്രീസറും അങ്ങനെ ലഭിക്കുകയുള്ളൂ. ബ്രീസർ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ബെക്കാഡി ബ്രീസർ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെഡി ടു ഡ്രിങ്ക് ആൽക്കഹോൾ ബിവറേജാണ്. സാധാരണഗതിയിൽ എങ്ങനെയാണ് മദ്യം കഴിക്കുന്നത്? മദ്യമോ അതിനെ ഇല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് ചേർത്ത് അതിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്താണ് കഴിക്കുന്നത്. നേരിട്ട് മദ്യം കഴിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ കഴിക്കുന്ന മദ്യവും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ടൈപ്പിലുള്ള ബ്രാൻഡുകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കണ്ടാൽ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് തോന്നും. ഒരു ബോട്ടിലിരിക്കുന്നു, ആ ബോട്ടിൽ കളർ വെള്ളത്തിലാണ് ഇത് കലക്കിയിരിക്കുന്നത്. അപ്പോൾ കളറും അതിൻ്റെ അകത്ത് ഈ പറയുന്ന എസൻസും ഒക്കെ കാണും. ഏത് ഫ്ലേവറാണോ ചേർക്കുന്നത് ആ ഫ്ലേവറിലുള്ള മദ്യമായിരിക്കും. ഇപ്പോൾ ക്രാൻബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി, ആപ്പിള്, ഓറഞ്ച്, അതുപോലെ തന്നെ മാംഗോ, ഈ പറയുന്ന സിട്രസിൻ, ഇല്ലെങ്കിൽ ലെമൺ, ഇങ്ങനെയുള്ള പല ഫ്ലേവറുകളിലായിട്ടുള്ള ചെറിയ സൈസിലുള്ള മദ്യമാണ് ഇവിടെ അവൈലബിൾ ആവാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് കണ്ടാൽ പെട്ടെന്ന്, നമ്മുടെ ഇവിടെ സുപരിചിതമല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയില്ല. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ മദ്യത്തിനുള്ളത് ഒരു ബിറ്റർ ടേസ്റ്റാണ്. ബിറ്റർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്പ്പാണ്. പക്ഷേ ഇത് ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ ചേർത്തിരിക്കുന്ന മദ്യമാണ്. അതിന് കയ്പിൻ്റെ അളവിനേക്കാൾ അതിനൊരു മധുരവും കൂടെ ഒപ്പമുണ്ടായിരിക്കും. മധുരം സ്വാഭാവികമായിട്ടും ലഹരിയെ ഉത്തേജിപ്പിക്കുന്ന വസ്തുവാണ്. അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ വലിയ പ്രയാസമില്ലാതെ കഴിക്കാനും കഴിയുമെന്നുള്ളത് കൊണ്ട് ഇത്തരം മദ്യങ്ങൾക്ക് കുട്ടികൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിലൊക്കെ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ സഭകളടക്കമുള്ളവർ, ഇല്ലെങ്കിൽ മത സാമുദായിക സംഘടനകളൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മദ്യത്തെ എതിർക്കുന്നതെന്നറിയാമോ? അതിൻ്റെ ഗുരുതര വശം കൂടി അറിയണം. മദ്യം എന്ന് പറയുന്നത് മറ്റേത് ലഹരി വസ്തുവിനേക്കാളും പെട്ടെന്ന് അഡിക്ഷൻ കൊണ്ടുവരാൻ സാധ്യതയുള്ള, ഒരാളുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ലഹരി വസ്തുവാണ് എന്നുള്ളതാണ്. ഞാൻ മദ്യവിരുദ്ധനൊന്നുമല്ല, എങ്കിലും പറയുകയാണ്. അതിൻ്റെ വസ്തുതകൾ ഇതാണ്. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാലും, മദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു വ്യക്തിയോട്, ഏതൊരു ഈ പറയുന്ന ഡോക്ടർമാരോടോ ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇല്ലെങ്കിൽ അനുഭവസ്ഥരോട് ചോദിച്ചാലും പറയും, ഇതിന് അഡിക്റ്റീവ് ടെൻഡൻസി കൂടുതലാണ്.
ഒരാളെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് മദ്യം നിരന്തരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാകും, നിയന്ത്രണം നഷ്ടപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മദ്യം, ഈ പറയുന്ന മദ്യത്തിൻ്റെ ലഭ്യതയെ ഈസിയാക്കുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള മദ്യം ലഭിക്കുന്ന, മറ്റ് വെള്ളമോ ഒന്നും ചേർക്കണ്ട, ഇത് തന്നെ 4-5% വീര്യം കുറഞ്ഞ മദ്യമാണ്. ഈ മദ്യം ലഭ്യമാകുന്നത് പെട്ടെന്ന് കുടിക്കാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈല്യൂട്ട് ചെയ്യാനൊന്നും നിൽക്കാത്ത ആൾക്കാർക്ക് വളരെയധികം എളുപ്പമായിട്ട് മാറും. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് ഇത് വരാം, സ്ത്രീകൾക്കിടയിൽ ഇതിന് മദ്യപാനത്തിൻ്റെ തോത് വർദ്ധിക്കാം, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പിണറായി വിജയൻ ആരോപിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ട്, ഈ കമ്പനിയിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. ഏതായാലും നമുക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ലഘുപാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകളായിട്ടുള്ള മദ്യം ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഇല്ലെങ്കിൽ മാഹി പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, മറ്റ് വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെ ഈസിലി അവൈലബിൾ ആണ്. ഗോവയിലാണെങ്കിൽ പെട്ടിക്കട മുതൽ സൂപ്പർ മാർക്കറ്റിലെ 5 സ്റ്റാർ ബാറുകൾ വരെയും മദ്യം ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ മദ്യപാന സംസ്കാരത്തിൻ്റെ രീതിയൊക്കെ മറ്റൊന്നാണ്. പക്ഷേ കേരളത്തിൽ അതല്ല എന്നുള്ളതാണ്. മദ്യം സുലഭമാകുമ്പോൾ എന്താകും? പലരും പറയാറുണ്ട്, മദ്യം സുലഭമാകട്ടെ, സുലഭമാകുമ്പോൾ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള മദ്യ അഭിനിവേശമൊക്കെ കുറയുമെന്ന്. ഗോവയിലെങ്ങും കുറഞ്ഞു കണ്ടിട്ടില്ല. അവിടെയൊക്കെ സാധാരണ മദ്യപിക്കുന്നവർ മദ്യപിച്ച് ഇതേ രീതിയിൽ തന്നെയാണ് അവിടെയും നടക്കുന്നത്. അപ്പോൾ മലയാളിയുടെ മദ്യപാന ശീലത്തിനും സംസ്കാരത്തിനൊക്കെ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓരോ നാടിനും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ് മദ്യപാന രീതികളും സംസ്കാരവും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പലരും പറയാറുണ്ട്, വിദേശ രാജ്യത്ത് കണ്ടില്ല അവരിങ്ങനെയല്ല കുടിക്കുന്നത്. അവിടെയും ഇങ്ങനെ കുടിക്കുന്നവരുണ്ട്. കുടിച്ച് റോഡിൽ കിടന്ന് അതിശൈത്യത്തിൽ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് വിദേശത്ത്. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത്. കുടിച്ച് റോഡിൽ കിടക്കുമ്പോൾ പട്ടി അടിക്കുകയും ഇല്ലെങ്കിൽ വണ്ടി ഇടിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ള കാര്യം. ഏതായാലും റെഡി ടു ഡ്രിങ്ക് മദ്യം അതാണ് ഇവിടെ ഇറക്കാൻ പോകുന്നത്. ആ വീര്യം കുറഞ്ഞ മദ്യം വലിയ വീര്യം കൂടിയ അവസ്ഥയിലേക്ക് പലരെയും കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറുതായി തുടങ്ങുന്ന മദ്യപാനമാണ്, ഇല്ലെങ്കിൽ 1-2 തവണ കഴിക്കാം, ഇല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നവർ പലരും പിന്നീട് വലിയ അളവിലേക്ക് മാറും. മദ്യത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ റെഡി ടു ഡ്രിങ്ക്, ഈസി ടു ഡ്രിങ്ക്, ഈസി അവൈലബിലിറ്റി, ഇതൊക്കെ തന്നെ ഇതിന് വലിയ അപകടം വരുത്തി വയ്ക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിൽ, അതുപോലെ തന്നെ യുവാക്കളിൽ, സ്ത്രീകളിലൊക്കെ ഇത്തരം റെഡി ടു ഡ്രിങ്ക് മദ്യം പെട്ടെന്ന് സ്വാധീനം ചെലുത്തും. അവരിലേക്ക് ഇത് കൂടുതലായി കൺസ്യൂം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. കർണാടകയിലും ഈ മദ്യം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലഘു മദ്യം ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ലഘുപാനീയങ്ങൾ പോലുള്ള മദ്യങ്ങളൊക്കെ തന്നെ അപകടകരമാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് അനുവദിക്കരുത് എന്ന് പറയപ്പെടുന്നത്. അതാണ് വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള മദ്യങ്ങളുടെ ഉപയോഗം കേരളത്തിൽ വൻതോതിൽ വർദ്ധിക്കാനാണ് ഇനി പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏതാണ്ട് 1990കളിലാണ് ഇത്തരത്തിലുള്ള ഫോർമുലകളുള്ള മദ്യമൊക്കെ തന്നെ ഇന്ത്യയിലേക്ക്, അതായത് റം ബേസ്ഡ് ആണ്, ഇത് റമ്മാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ ഈ മധുരമുള്ള ജലത്തിൽ ചേർക്കുന്നത് കൊണ്ട്, ഈ ഫ്രൂട്ട് ഫ്ലേവറൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു കടുപ്പം കുറയുന്നത് മദ്യപാന ആസക്തി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുന്നതിൻ്റെ ദോഷത്തിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറുമൊക്കെ ആൾക്കാരുടെ ഉള്ളിലേക്ക് ചെല്ലുകയും അത് കൂടുതൽ മാരകമാവുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ മദ്യം കരൾ രോഗത്തിന് കാരണമാകും, ഇല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിന് കൂടാതെ മദ്യത്തിൻ്റെ അത്രയും തന്നെ ഇല്ലെങ്കിലും സോഫ്റ്റ് ഡ്രിങ്കുകൾ, പല ഈ പറയുന്ന കോളകളും നമ്മുടെ കരളിനെ ബാധിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇടയിൽ ഇതിൻ്റെയൊക്കെ പലതരത്തിലുള്ള ഈ സ്പിരിറ്റും ചേർത്ത, ചിലപ്പോൾ വിസ്കിയുടേതായിരിക്കാം, ചിലപ്പോൾ റമ്മിൻ്റേതായിരിക്കാം, അങ്ങനെയൊക്കെ ചേർക്കുന്ന ഈ മദ്യം വളരെ രീതിയിൽ അപകടം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. 4-5% ഉള്ളൂ ബിയറിൻ്റെ സമാനമായിട്ടുള്ള. ബിയറിൽ 6% വരെയൊക്കെയാണ് ആൽക്കഹോൾ കണ്ടൻറ്റ്, അല്ലെങ്കിൽ സ്പിരിറ്റിൻ്റെ കണ്ടൻറ്റ് ചേരുന്നത്. ഇത് അല്പം കുറവാണെങ്കിലും ഇതും ദോഷകരം തന്നെയാണ്. മദ്യപാന ആസക്തിയിലേക്ക് ആൾക്കാരെ വലിച്ചിടും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് മാത്രവുമല്ല, അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി വിലയിരുത്തി വേണം സർക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ. സാധാരണഗതിയിൽ ബ്രൂവറികൾ പോലുള്ള പബ്ബുകളിൽ അനുവദിക്കുന്ന പദ്ധതികൾ ഇടതുപക്ഷ സർക്കാർ മുമ്പ് പറഞ്ഞിരുന്നു. അതിനേക്കാളേറെ അപകടകരമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല.